ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ഫാമിലി. നമ്മൾ ഇന്ന് മീഷോയിൽ നിന്നും കുറച്ച് ഗൗണുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അൺബോക്സ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ശരണ്യ എന്നാണ്. നമ്മുടെ ചാനലിൻ്റെ പേര് ഇറ്റ്സ് മീ ശരണ്യ നിഖിൽ എന്നാണ് കേട്ടോ. കുറേ വീഡിയോസ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കയറി നോക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഐറ്റംസ് ഒക്കെ ഒന്ന് കാണാം. ഈ 2 ഐറ്റംസ് ആണ് ഒന്ന് മേടിച്ചിട്ടുള്ളത്. ഓൾറെഡി ഞാൻ അൺബോക്സിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് അൺബോക്സിങ് ചെയ്ത് നോക്കി നോക്കാം. ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ടോപ്പാണ്. ഇതിൻ്റെ പിക്ചർ ഞാനിതാ സൈഡിൽ കൊടുത്തേക്കാം. ആ ഒരു പിക്ചർ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് മേടിച്ചിട്ടുള്ളൊരു ഐറ്റമായിരുന്നു ഇത്. അതിൻ്റെ ആ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് ആ ഒരു മീഷോയിൽ ആ പിക്ചറിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എത്രത്തോളം ഡിഫറൻസ് നമുക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ലാർജ് സൈസാണ്. ഇതിലവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റയോൺ മെറ്റീരിയൽ എന്നാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് വന്നത് കോട്ടൺ ആയിരുന്നു കേട്ടോ. കോട്ടണിൽ നമുക്കിത് ഈ ഒരു കളറാണ് വന്നിട്ടുണ്ടായിരുന്നത്. സാധാരണ നമുക്കൊരു ഗൗൺ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. എങ്കിൽ കൂടി നമുക്കിത് 317 രൂപ അങ്ങോട്ട് റേറ്റ്, 371 രൂപയാണ് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത്. ആ ഒരു റേറ്റിൽ ഇത് എന്താ പറയുക, അത്രയും എന്താ പറയുക, സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അത് നന്നായിട്ട് ഇത് നിഴലടിക്കണം. നമുക്കിത് വെച്ചാൽ നമുക്ക് ചെറിയ രീതിയിലൊക്കെ നല്ല രീതിയിൽ നിഴലടിക്കുന്നുണ്ട് ഇത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പിക്ചറിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് അങ്ങനത്തെ ഒരു ഡ്രസ്സായിട്ട് എനിക്ക് തോന്നണില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ ഇത് മീഷോയിൽ നമുക്കിത് സ്മോൾ സൈസ് തൊട്ട് XXL സൈസ് വരെ അവൈലബിൾ ആണ്. കോട്ടൺ ആണ് നമുക്കിത് വന്നിട്ടുള്ളത്. മെറ്റീരിയൽ ബേസ് വരികയാണെങ്കിൽ കോട്ടൺ ആണ്. സ്ലീവ്ലെസ് ആണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. വേറെ സ്ലീവ് ഒന്നും ഇല്ല. നമുക്ക് സ്ലീവ്ലെസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് സ്ലീവ്ലെസ് ആയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. കൈയൊന്നും വേറെ വെക്കാൻ സെപ്പറേറ്റ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് ഞാൻ പറഞ്ഞല്ലോ, കോട്ടൺ ആണെങ്കിൽ കൂടി ക്വാളിറ്റി ഉള്ളൊരു കോട്ടൺ ആണ്. ഒരു ചെറിയതായിട്ട് നമുക്ക് നിഴലടിക്കണ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നത് ഈ ഒരു ബ്ലൂവും ആൻഡ് വൈറ്റും ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു വൈറ്റിൽ, ഈ ബ്ലൂവിൽ ഒരു വൈറ്റ് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് സംഭവം വന്നിട്ടുള്ളത്. ഇത് ഇത്രത്തോളം ഫ്ലെയർ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ വേറെ ഡിസൈനും കാര്യമൊന്നുമില്ല. റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. റൗണ്ട് നെക്കിൽ സ്ലീവ്ലെസ് ആണ് ഡ്രസ്സ് വന്നിട്ടുള്ളത്. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. 371 രൂപയാണ് നമുക്കൊരു ഡ്രസ്സിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കി നോക്കൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഐറ്റംസ് നോക്കി നോക്കാം. നെക്സ്റ്റ് ഐറ്റം പറഞ്ഞത് ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ്. ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ്. സൈഡിൽ ഇതിൻ്റെ പിക്ചർ ഞാൻ കൊടുത്തേക്കാം. ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ് നമ്മളിത് നെക്സ്റ്റ് ഐറ്റം വേണ്ടി മേടിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്താ പറയുക ഇഷ്ടപ്പെടും. നമുക്ക് ആ ഒരു പിക്ചർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചാണ് ഞാൻ. പക്ഷെ ഇതെനിക്ക് വന്നപ്പോൾ എനിക്കിതിൻ്റെ കൈ ഇവിടേക്ക് നമുക്കൊന്ന് ഹോൾഡർ ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് ഞാനെടുത്ത സൈസ് പറയുമ്പോൾ മീഡിയം ആണ്. മീഡിയം അല്ലെങ്കിൽ ലാർജാണ് ഞാൻ എടുക്കാറ്. എങ്കിൽ കൂടെ എനിക്ക് നന്നായിട്ട് ഷേപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി എടുക്കുമ്പോൾ സ്മോൾ സൈസൊക്കെ ആയിട്ട് എടുക്കുള്ളൂ. വെച്ചാൽ നമുക്ക് പിന്നെ അതൊന്ന് ഷേപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും വരുന്നുണ്ടാവില്ല വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് മീഡിയം സൈസാണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോട്ടൺ ആണ്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ്. ഇതിൻ്റെ കൈയിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ 3/4 ആണ് കൈ വരുന്നത്. 4th ലെവലിലാണ് ഇതേപോലെയാണ് കൈ വരുന്നത്. ഇത് ജസ്റ്റ് ഇത് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ഇവിടെ നിന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു പഫ് പോലെ ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അവിടെ ഒരു ഷോ ബട്ടൺസ് അവൈലബിൾ ആണ്. നമുക്കിതിവിടെ 3 ഷോ ബട്ടൺസ് ഉണ്ട് ഇവിടെ. ഇതിൽ വരുന്നത് ബ്ലാക്കിൽ ഒരു റെഡ് ആൻഡ് വൈറ്റ് ആയിട്ട് ഒരു ചെറിയൊരു പൂവിൻ്റെ പോലത്തെ ഒരു പിക്ചറാണ് നമുക്ക് ഇതിൻ്റെ വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു ഡിസൈൻ വൈസ് വരുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. പിന്നെ പറയുമെങ്കിൽ ഷോ ബട്ടൺസ് ഉണ്ട്. റൗണ്ട് നെക്കാണ് വരുന്നത്. ഇത് നമുക്ക് കുറച്ച് ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന പോലത്തേക്കൊരു എന്താ പറയുക ഡ്രസ്സാണ്, ഒരു മാക്സി ഡ്രസ്സ് അങ്ങനെയൊക്കെ പോയിട്ട് പറയാം.
അങ്ങനെയാണല്ലേ. നമുക്ക് നമുക്ക് റേറ്റ് വരുന്നത് 319 രൂപയ്ക്കാണ് നമ്മളിത് പർച്ചേസ് ചെയ്തത്. 319 രൂപയ്ക്ക് അഫോർഡബിൾ തന്നെയാണ്. എന്താ പറയുക, നമുക്ക് ഇതിൽ സ്മോൾ സൈസ് തൊട്ടിട്ട് XXL വരെ നമുക്ക് മീഷോയിലെ സൈസ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ചസ് വേറൊരു ബ്ലാക്കിൽ എന്തോ ഒരു വേറെ കളർ വരുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ മാറിയിട്ട് വേറെ എന്തോ ഒരു ഇതിൽ വരുന്നുണ്ട്. അത്ര തന്നെ ഉള്ളൂ. പിന്നെ നമുക്ക് ആ ഒരു പാറ്റേൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ 3 ഐറ്റം കാണുന്നുണ്ട്. അതിലൊരെണ്ണം ഇപ്പോൾ നേരത്തെ കാണിച്ചിരുന്നത് ഒരു ബ്ലൂ, അതിൻ്റെ കൂടെ തന്നെയാണ് ഇതും വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഐറ്റം. അപ്പോൾ ഇത് വേറെ ചെയ്തിട്ടുള്ളത് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കി നോക്കൂ. അപ്പോൾ ഈ 2 ഐറ്റംസാണ് ഞാൻ ഇന്ന് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ചെയ്യാൻ വരുന്നത് വരെ ബൈ.